ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസയെ മുന്നിലിട്ട് അർജുൻ ചോദ്യം ചെയ്യാണ് കേട്ടോ മണി ശർമ്മയെ. അങ്ങനെ ശർമാജിയോട് കാര്യങ്ങളൊക്കെ പറയാണ്. ഈ സമയം മാനസ നന്നായി വിയർക്കുന്നുണ്ട്. മാനസ അർജുന് മുന്നിൽ താൻ പിടിക്കപ്പെടുമോ എന്നൊരു പേടി മാനസക്കുള്ളിലുണ്ട് കേട്ടോ. പക്ഷേ അർജുൻ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഭാവനയ്ക്ക് മുന്നിൽ നികത്തുമ്പോഴാണെങ്കിലോ ഭാവന പറയുന്നത് എനിക്ക് മാനസയെ നല്ല വിശ്വാസമാണ് എന്നാണ് കേട്ടോ ഭാവന പറയുന്നത്. എന്നാൽ ഈ സമയം ജയനിർമ്മലയാണെങ്കിലോ ഇവർ ഇത്രയും നാളും എന്നോട് പിണക്കത്തിലായിരുന്നു. ഇപ്പോഴെൻ്റെ ഏട്ടനും എൻ്റെ മകളെ പോലെ പറയുന്ന മാനസ നാട്ടിലെത്തി. അവൾ വന്നതുകൊണ്ട് എൻ്റെ അസുഖത്തിന് തന്നെ നല്ലൊരു ആശ്വാസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ മാനസ പറയുന്നു കേട്ടോ. ജയനിർമ്മല പറയുന്നു മാനസയെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അർജുനൊരു ചെറിയൊരു പുഞ്ചിരിയാണ്. അങ്ങനെ മര്യാദക്ക് പറയടോ എന്ന് ശർമാജിയോട് മോനി പറയാണ്. അപ്പോൾ ഈ സമയം ശർമാജിയോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറഞ്ഞിരുന്നല്ലോ അർജുൻ. അങ്ങനെ ശർമാജി വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് മാനസയെ ചോദ്യം ചെയ്യുമ്പോൾ മാനസ പറയുന്നതും ദുബായിൽ പോകാൻ പറ്റാത്തത് കൊണ്ടാണ്, ഞാൻ ഇവിടെ ആൻറ്റിക്ക് വേണ്ടി ഇവിടെ വന്ന് പെട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് എന്നുള്ള ആ സത്യാവസ്ഥയും കൂടി ആവുകയാണ്. അപ്പോൾ രണ്ടുപേരുടെയും വാക്കും ഒരുപോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുൻ പറയാണ് കാര്യങ്ങളൊക്കെ ശരി. ജയനിർമ്മല ആൻറ്റി പറയുന്നു മാനസ ഇപ്പോൾ വന്നതാണെന്നും മാനസയുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ശർമാജിയുടെയും വാക്കുകൾ ഒരുപോലെയാണ്, അതുകൊണ്ട് തന്നെ സംശയിക്കേണ്ടതില്ല എന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഉടൻ തന്നെ ഭാവന പറയണം മാനസ നല്ല കുട്ടിയാണ്, മാനസയെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായി അറിയാം എന്നവിടെ പറയാൻ കേട്ടോ. അങ്ങനെ എന്നാൽ ശരി മോനി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ടുപോകാൻ കേട്ടോ. പിന്നീട് ശരി ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ ഈ സമയം മനസ്സ് ആകെ തകരാണ്. മനസ്സയുടെ അച്ഛനും അമ്മയൊക്കെ തകരാണ് കേട്ടോ. റൂമിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. താൻ ഇനി പിടിക്കപ്പെടുമോ എന്നൊരു പേടി അവർക്കുള്ളിൽ വരികയാണ് കേട്ടോ. ഈ സമയം ഒരു സോങ്ങാണ്, ആ ഭാവന സീരിയലിൻ്റെ ആ ഒരു സോങ് ഉണ്ടല്ലോ, അതാണ് അവരിട്ടിരിക്കുന്നത്. പിന്നീട് അതിനിടയ്ക്ക് ഭാനുവെ കാണിക്കുന്നുണ്ട്, മായയെ കാണിക്കുന്നുണ്ട്, ഗായത്രിയെ കാണിക്കുന്നുണ്ട്. ഭാവന കരഞ്ഞും കൊണ്ട് അതുപോലെ ജയനിർമ്മല എല്ലാവരും കേട്ടോ. ഭയങ്കര സീനാണ്. മാനസയാണെങ്കിൽ ഈ കേസ് മുന്നോട്ട് പോയാൽ താൻ ഇനി പിടിക്കപ്പെടുമോ എന്നും പറയുന്ന ശർമാജി ആണെങ്കിൽ എനിക്കിനി ഗൾഫിലോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവളെ വിളിക്കാൻ വേണ്ടി വന്നത് എന്നൊക്കെ അങ്ങനെയും പറയുന്നു കേട്ടോ. ഈ കേസ് കാരണം എനിക്ക് എങ്ങോട്ടേക്ക് നീങ്ങാനും പറ്റുന്നില്ല എന്നും പറയുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം പിന്നീട് ഭാവന തൻ്റെ അച്ഛനെയും, അതായത് സൂര്യയുടെ അച്ഛൻ ദേവനെയും കൂട്ടിയിട്ട് പിന്നീട് പിറ്റേ ദിവസം കോടതിയിലോട്ട് പോകുന്ന ആ ഒരു സീനാണ്. അപ്പോൾ ഇവർ പുറത്ത് വരാന്തയിൽ ഇങ്ങനെ നിൽക്കട്ടെ, അർജുനും പൂജയും വന്നിട്ടുണ്ടാവുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം അവിടെ ഭാവന പറയാണ് എത്തിയിട്ടുണ്ടാവും എന്നിങ്ങനെ പറയണ്ട. അപ്പോൾ ദേവൻ പറയണേ എന്തായാലും എൻ്റെ മോനിക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ, അപ്പോൾ ഉടൻ തന്നെ സൂര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതൊക്കെ ദൈവം തെളിയിക്കുമെന്ന് പറയുമ്പോൾ കേസ് ഒരു പക്ഷേ തെളിയായിരിക്കും, പക്ഷേ ജീവിതത്തിൽ കിട്ടുന്ന ഒരു പേരുണ്ടല്ലോ, അതായത് അവനവൻ്റെ അഭിമാനം പോലെ പണം എത്ര കഷ്ടപ്പെട്ട് വേണമെങ്കിലും നമുക്കുണ്ടാക്കാം. പക്ഷേ എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് കിട്ടിയ ഈ പേര് ദോഷമുണ്ടല്ലോ അത് ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്ന ആ ഭാവനയോട് പറയുന്ന വാക്കുകൾ അത് ശരിക്കും ഭാവനയ്ക്കും വേദനിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പുറത്ത് ഇങ്ങനെ അർജുനും അതുപോലെ തന്നെ പൂജയും വന്നിരിക്കുന്നത്. അങ്ങനെ പൂജ പറയാണ് അർജുനോട്, അജുവേട്ടാ നമുക്കും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞു പോയില്ലേ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, ഞാനും അനുഭവിച്ചതല്ലേ ഇതുപോലെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് സൂര്യക്ക് ഇന്നൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു ബുദ്ധിമാനെയും വീഴ്ത്താൻ കഴിയുമെന്നുള്ളത് ഞാനും മനസ്സിലാക്കിയതല്ലേ എൻ്റെ ജീവിതത്തിലൂടെ, അതുതന്നെയാണ് സൂര്യക്ക് സംഭവിച്ചത്. അപ്പോൾ അജുവേട്ടന് ആരെയും സംശയം, എന്തായാലും ടിസ്റ്റ് ഞാൻ പറയുന്നില്ല, ഈ കേസ് സൂര്യ തന്നെ വിജയിക്കും, കേസ് ഇങ്ങനെ കോടതിയിൽ എത്തട്ടെ, നല്ല അതിബുദ്ധിമാനായ ബിസിനസ്സുകാരനാണ് സൂര്യ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അഭിമാനം അയാൾക്കല്ല പോകാൻ പോകുന്നത്, അതായത് സൂര്യക്കല്ല സുജിത് മേനോനാണ് പോകാൻ പോകുന്നത്. എനിക്ക് മനസ്സിലായില്ല, അതൊക്കെ ഉണ്ടോ താൻ വരാനിരിക്കുന്നത്, എന്തായാലും കാത്തിരിക്ക് എന്ന് പറയുമ്പോഴാണ് ഭാവന ഇങ്ങനെ പൂജയുടെ ഫോണിലോട്ട് വിളിക്കുന്നത്. അപ്പോൾ ഭാവന ചോദിക്കുകയാണ് എവിടെ പൂജ നീ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ കോടതി മുറ്റത്ത് വന്നിട്ടുണ്ടെന്ന് പറയണേ. അപ്പോൾ ഭാവന പറയാം തിരിച്ച് ഞങ്ങളും ഇവിടെ ഈ വരാന്തയിൽ നിൽക്കുന്നുണ്ടെന്ന് പറയണേ. അപ്പോൾ ഉടൻ തന്നെ ഭാവനയോട് പൂജ പറയണേ ഞങ്ങളിപ്പോൾ വന്നേക്കാം. അപ്പോൾ ഉടൻ തന്നെ ഭാവന ചോദിക്കുന്നുണ്ട് എന്താവും കേസ്, അതൊക്കെ നേരിട്ട് കണ്ട് പറയാമെന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയം ഫോൺ വെച്ചതിന് ശേഷം ഭാവനയോട് എത്തിയിട്ടുണ്ടോ എന്ന് അർജുൻ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എത്തിയിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ. എന്നാൽ നീ ഭാവനയുടെ അടുത്തോട്ട് ചെല്ലുക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൂട്ടാനുണ്ട്, സൂര്യ എന്തായാലും വരുന്നുണ്ടല്ലോ, സൂര്യ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്, നീ ഭാവനയുമായി സംസാരിക്കുമെന്ന് പറയാം കേട്ടോ.
അങ്ങനെ ഭാവനയുടെ അടുത്തോട്ട് പൂജ ചെല്ലുകയാണ്. അപ്പോൾ ഭാവനയോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ്. എന്തായാലും നിനക്ക് മാനസിക സംശയമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് ചോദ്യം ചെയ്യാൻ നിന്നത്. അപ്പോൾ ഉടൻ തന്നെ ഭാവന പറയുകയാണ്, അവളൊരു പാവം പെൺകുട്ടിയാണ്, അവളെ എന്തിനാ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് തിരിച്ചും പറയുന്നു കേട്ടോ. അപ്പോൾ ദേവൻ പറയാണ്, ഞാൻ ബിസിനസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, എൻ്റെ മകൻ തന്നെയാണ് പൈസ കാര്യങ്ങളൊക്കെ ഇടപാടുകളൊക്കെ ചെയ്യാറ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അപമാനം സഹിക്കേണ്ടി വന്നത് അത് പറയാതിരിക്കാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ, ഇതുപോലത്തെ ഒരു അപമാനം ഞങ്ങൾക്കിടയിൽ ഉണ്ടായതാണല്ലോ, അജുവേട്ടൻ ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ, എത്രയോ കേസുകൾ വിജയിപ്പിച്ച അജുവേട്ടന് പോലും ഒരു വീഴ്ച സംഭവിച്ചില്ലേ. അപ്പോൾ ഒരു നിമിഷം എല്ലാവരുടെയും ബുദ്ധി പെട്ടെന്ന് ബ്ലാങ്കായി പോകുന്ന ആ ഒരു നിമിഷം വരും. അതാണ് ഇവിടെയും സംഭവിച്ചത്. എത്ര ബുദ്ധിമാനാണെങ്കിലും ശരി എന്നൊക്കെ ഇങ്ങനെ പൂജ പറയുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ഈ അർജുനെയാണ് കാണിക്കുന്നത്. അർജുൻ സൂര്യ വരുന്നതും കാത്തു നിൽക്കുകയാണ്. അപ്പോൾ സൂര്യ പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ സൂര്യ ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലീസുകാരനോട് ചെന്നിട്ട് അർജുൻ പറയുകയാണ്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേട്ടോടനെ ശരിയെന്ന് പോലീസ് പറഞ്ഞിട്ട് അങ്ങ് മാറി നിൽക്കുകയാണ്. പിന്നെ സൂര്യ അർജുനും കൂടി സംസാരിക്കണം. അപ്പോൾ എന്തായി, എൻ്റെ കേസ് പുറത്ത് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് പറയുമ്പോൾ, നീയും നിരപരാധിയാണെന്ന് എനിക്ക് നന്നായി അറിയാലോ, ഇതെങ്ങനെ സംഭവിച്ചു, കുറച്ച് സംശയങ്ങൾ എനിക്കുണ്ട്, അതിനെന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് സംശയം എന്ന് പറയുമ്പോൾ, ഈ സുജിത് മേനൻ എങ്ങനെയാണ്, സുജിത് മേനൻ എന്ന് പറയുന്ന വ്യക്തി നല്ല വ്യക്തി തന്നെയെന്ന് സൂര്യ തിരിച്ച് അർജുനോട് പറയണം. അപ്പോൾ ഉടൻ തന്നെ, അല്ല ഈ സുജിത് മേൻ എങ്ങനെ പണം നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞ് അത് ആരറിയിച്ചു എന്ന് ചോദിക്കാൻ കേട്ടോ. അത് എൻ്റെ ഉള്ളിലും സംശയമുണ്ടായിരുന്നതാണ്, ഞാനും പലതവണ അത് ആലോചിച്ചു. എന്തായാലും ആരറിയിച്ചു എന്ന് വീണ്ടും സൂര്യയോട് ചോദിക്കുമ്പോൾ സൂര്യ തിരിച്ച് പറയാണ്, ഞാനിങ്ങനെ പണം പെട്ടെന്ന് സുജിത് മേനോൻ ഈ എഗ്രിമെൻറ്റ് പിൻവലിക്കുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോൺ വിളിച്ചു, നമുക്ക് ഇയാളുമായി വലിയൊരു ബന്ധമാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ ബാങ്ക് നോക്കുന്നത്, അപ്പോഴാണ് എൻ്റെ പണം പോയത് ഞാൻ അറിയുന്നത്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു, ഈ പണം പോയി ഒരു ദിവസത്തെ ഗ്യാപ്പിൽ തന്നെ സുജിത് മേനോൻ വിളിക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ സൂര്യ പറയാം, അയാൾ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല, കാരണം അയാൾ നല്ലൊരു വ്യക്തിയാണ്, കാരണം അയാളുടെ ബിസിനസ്സിന് കോട്ടം സംഭവിക്കുമല്ലോ, ഒരു 10 കോടി എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചൊന്നുമല്ല. അപ്പോൾ അയാളുടെ ബിസിനസ്സിന് ഒരു കോട്ടം സംഭവിക്കുന്ന കാര്യം അയാൾ ചെയ്യുമോ. അപ്പോൾ അർജുൻ പറയണം, അത് നീ പറഞ്ഞത് ശരിയാണ്, എന്നാലും സംശയിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഉടനെ സൂര്യ പറയണേ, അയാളെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് പുറത്ത് നിന്ന് ആരോ കളിച്ച് കളിയാണ്, അതെനിക്ക് നന്നായി അറിയാം. അപ്പോൾ അവിടെ തിരിച്ച് അർജുൻ പറയണം, അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ എന്നിലുണ്ടോ, എന്നിലുണ്ട്, പുറത്ത് നിന്നും എന്നെ മനഃപൂർവ്വം ആരോ ഇട്ട് കുത്തിയതാണ് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ മാനസയുടെ കാര്യമാണ് അർജുൻ പറയുന്നത്. അപ്പോൾ ഈ സമയം ഭാവനയാണെങ്കിലും പൂജയോട് പറയുന്നുണ്ട്, കേസ് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവരും അങ്ങ് നീങ്ങുന്നു. ഇതേ സമയം അർജുനും അതുപോലെ സൂര്യയും കൂടി കോടതിയിലോട്ട് നീങ്ങണം കേട്ടോ. ഇനിയാണ് ആ കിടിലൻ രംഗം വരാനിരിക്കുന്നത്. എപ്പോഴും എന്തിനും ഏതിനും മാനസയെ ഭാവനയും അതുപോലെ ജയനിർമ്മലയും നല്ലവളാണ്, അവളൊരു തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് കൂട്ടിപ്പിടിക്കുമ്പോഴേക്ക് പൂജയും അർജുനും പറയാതെ പറയുന്നുണ്ട്, കുറ്റക്കാരി ഇവളാണ്, പക്ഷെ ഭാവനയുടെ ആ ഒരു സ്നേഹം, മാനസയെ തൻ്റെ ജീവിതത്തിൽ പലതും തനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്ന ആ സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് ഭാവനയെ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കോടതിയിൽ മാനസയുടെ മുഖംമൂടി പൊളിഞ്ഞു വീഴാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആ കെട്ടിലെ രംഗമാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 2 ദിവസം കൂടിയൊക്കെ ഉണ്ടാവും ഈ വാദവും ഈ ഒരു കേസ് തെളിയിക്കലും. അപ്പോൾ ഇനി അർജുൻ പറയുന്നുണ്ട്, ഈ പലവരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഇതിൻ്റെ ബാക്കിലെന്നുള്ള സത്യം അറിയുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്ന ആ കിടിലൻ രംഗമാണ് ഇതിൽ വരാനിരിക്കുന്നത് എന്ന് അർജുൻ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ.